ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. നമ്മൾ ഇതിന് മുന്നേ ചിക്കൻ പോപ്കോണിൻ്റെ റെസിപ്പി KFC സ്റ്റൈൽ ചിക്കൻ പോപ്കോൺ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ട് ഒത്തിരി പേര് ട്രൈ ചെയ്ത് ഇഷ്ടമായെന്ന് പറഞ്ഞിട്ടുള്ള റെസിപ്പി ആയിരുന്നു. ഇത് അതിനേക്കാളൊക്കെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ബ്രെഡ് വെച്ച് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു KFC സ്റ്റൈൽ പോപ്കോൺ റെസിപ്പിയാണ്. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം ഇതിനകത്തോട്ടേക്ക് ഒരു മസാല നമ്മൾ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് വളരെ കുറഞ്ഞ അളവിൽ ഒരു 2 പിഞ്ചൊക്കെ മതി മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടിയാണ്. 1/2 ടീസ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗരം മസാല പൗഡർ 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി സവാള ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഒന്നുകിൽ അരച്ചെടുത്തിട്ടോ ചതച്ചെടുത്തിട്ടോ ഉപയോഗിക്കാം. 1/2 ടീസ്പൂണൊക്കെ മതിയാകും. ഇതിന് പകരം നിങ്ങൾക്ക് അനിയൻ പൗഡറായിട്ട് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി ചതച്ചിട്ടുള്ളതാണ്. ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി മാത്രം മതി, അതൊന്ന് ചതച്ചെടുത്തിട്ടുള്ളത്. ഇഞ്ചി നമുക്ക് ആവശ്യമായിട്ടില്ല. പിന്നെ ഒരു ഇത്തിരി ചെറുനാരങ്ങയുടെ നീര് ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. അതല്ലെങ്കിൽ വിനാഗിരി വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മസാലക്കൂട്ടൊക്കെ നമ്മൾ മുന്നേ KFC ചിക്കന് വേണ്ടിയിട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ രീതിയിലുള്ള ഒരു ഫില്ലിങ്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒത്തിരി സമയം വേണ്ട, 5 മിനിറ്റ്. ആ സമയത്തിനുള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ ചിക്കനൊക്കെ വെച്ച് ചെയ്യുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡിലുള്ള ഒരു ബ്രൗൺ കളറുള്ള ഭാഗമൊക്കെ നമുക്കൊന്ന് മുറിച്ച് മാറ്റാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബ്രെഡിനെ ഇതുപോലെ 3 പീസായിട്ട് ആദ്യം കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ വീണ്ടും ഇതുപോലെ 3 പീസസ് ആയിട്ട് തന്നെ ഓരോന്നിനെയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് 2 ലെയറായിട്ട് വേണം നമുക്ക് ഇതിനു വേണ്ടി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ആവശ്യമായിട്ടുള്ള കോൺഫ്ലേക്സ് ആണ്. കുഞ്ഞു പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള 2 പാക്ക് ഞാൻ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വളരെ ചെറിയൊരു പാക്കാണ്. ഇതിപ്പോൾ ഈ ഒരു കളറിലുള്ള കോൺഫ്ലേക്സ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒന്ന് ഈ ഒരു കളറിലുള്ളതും ഒന്ന് കുറച്ചുകൂടി ഒരു ബ്രൗൺ ഷെയ്ഡുള്ളതുമാണ് കേട്ടോ. അപ്പോൾ ഇതെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു പാക്കിനകത്ത് ഉള്ളത് കണ്ടോ, ഇത്രയും ചെറിയൊരു പാക്കാണിത്. അപ്പോൾ ഇത് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ടിട്ടൊന്നും പൊടിച്ചെടുക്കരുത്. ജസ്റ്റ് കൈ വെച്ചിട്ടും ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം മിക്സിയിലിടുമ്പോൾ ഒത്തിരി അങ്ങ് ഫൈനായി പോകും. നമ്മൾ ചിലപ്പോൾ ഒത്തിരി സമയമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. ഒത്തിരി നൈസായിട്ട് പൊടിക്കേണ്ട. അത്യാവശ്യം ആ ബ്രെഡിനെ കോട്ട് ചെയ്ത് നമ്മുടെ ആ ഒരു KFC ചിക്കനൊക്കെ കാണുന്ന ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിനകത്ത് മെയിനായിട്ട് ആ ഒരു നല്ല ക്രിസ്പി ടെക്സ്ചറൊക്കെ കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ചീസാണ്. ചീസ് ഇതിന് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ചെദാർ ചീസാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് തന്നെ വേണമെന്നില്ല. മൊസാരല്ല ചീസ് ഉണ്ടല്ലോ നമ്മുടെ പിസയിലൊക്കെ ഉപയോഗിക്കുന്ന, അത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി ചീസ് നിങ്ങളുടെ കയ്യിലില്ല എന്നാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് അല്ലാതെയും നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഒരു 5 മിനിറ്റിന് ശേഷമുള്ളതാണ്. ഇതിലോട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കാരണം ബാറ്റർ ഒത്തിരി ലൂസായി പോകാൻ പാടില്ല. ഒത്തിരി തിക്കായിട്ടും ഒത്തിരി കട്ടിയായിട്ട് നമുക്ക് വേണ്ട. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഏകദേശം നമുക്ക് അറിയാമല്ലോ ഒരു ബ്രെഡ് നമ്മൾ ഇതിനകത്ത് മുക്കി പൊരിക്കുമ്പം അതൊന്ന് ജസ്റ്റ് കോട്ട് ചെയ്തെടുക്കാൻ കിട്ടുന്ന ഒരു പാകം, ആ ഒരു രീതിയിൽ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഒത്തിരി ബ്രെഡൊക്കെ വെച്ച് ചെയ്തെടുക്കുന്നതാണെങ്കിൽ ഈ മസാലപ്പൊടികളുടെ അളവിൽ ഒത്തിരി അങ്ങ് മാറ്റം വരുത്തേണ്ട. കുറച്ച് സ്പൈസിയൊക്കെ വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടിയുടെയൊക്കെ അളവിൽ കൂടുതൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ മൈദയുടെ അളവ് മാത്രം കുറച്ചൊന്ന് കൂട്ടിയെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുത്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന 2 ലെയറായിട്ടാണല്ലോ ചെയ്തത്. അതിനകത്ത് ഇങ്ങനെ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ചെദാർ ചീസ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വളരെ കുറഞ്ഞൊരളവിൽ മതി. കാരണം ചെറിയൊരു ചീസ് ഫ്ലേവർ ഇതിനകത്ത് ഉണ്ടാകുമ്പോൾ ഇത് കഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ശരിക്കും നല്ലൊരു സ്നാക്കിൻ്റെ അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഒരു തവണ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കി എന്തായാലും മനസ്സിലാകും ചീസ് ഫില്ലിങ് വെച്ച് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഡിഫറൻസ്. അപ്പോൾ ഓരോന്നിനകത്തും ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ചീസ് ഫില്ലിങ് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസിനെ കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ട് റോൾ ചെയ്തിട്ട്
ഇതിനകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ പുറത്തോട്ടേക്ക് ഒട്ടും തന്നെ ഫില്ലിങ്സ് പോവില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ മുഴുവൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും പീസസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് തന്നെ ധാരാളമാണ് കേട്ടോ. ഇത് ശരിക്കും നല്ല ഹെവി ആയിട്ടുള്ളതാണ്. ഇനി ഓരോന്നും നന്നായിട്ട് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാറ്ററിനകത്തോട്ടേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ബാറ്റർ വേണ്ട. അധികം വരുന്ന ബാറ്റർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കോൺഫ്ലേക്സിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കനൊക്കെ അന്ന് KFC പോപ്കോൺ ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതേ രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. ആ ഒരു കോട്ടിംഗ് ആണ് ഇതിന് ഒരു പ്രത്യേക, പുറമേയുള്ള ഒരു ക്രിസ്പി എല്ലാ ടെക്സ്ചറും ഉള്ളിലുള്ള ചീസി ഫില്ലിങ്ങും ഒക്കെ കൂടുമ്പോഴാണ് അടിപൊളിയാവുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, അതല്ലാതെ ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. കാരണം ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഈ കോൺഫ്ലേക്സ് ഒക്കെ പെട്ടെന്ന് അങ്ങ് കളർ മാറി ഡാർക്ക് അടിക്കും. പിന്നെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു കുറഞ്ഞ സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് നല്ല ടെക്സ്ചറിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇത് ഒത്തിരി സമയം നമ്മൾ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേർത്തിട്ട് ജസ്റ്റ് എല്ലാ സൈഡും ഒന്ന് മൊരിച്ചെടുക്കുന്ന പാകത്തിൽ സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് വലിയ കടായിയൊക്കെ ആണെങ്കിൽ ഒത്തിരി എണ്ണ നമുക്ക് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് തയ്യാറായി കിട്ടുക. നമ്മൾ ചിക്കനൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ ശരിക്കും ബ്രെഡ് സ്ലൈസ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മസാലപ്പൊടികളൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്നതാണ്. മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ച് ബ്രെഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന KFCയുടെ ചെറിയൊരു ബൗളിനകത്തോട്ടേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒന്നുകിൽ നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് വെച്ച് സെർവ് ചെയ്യാം, അതല്ലെങ്കിൽ മയണൈസ് ഉണ്ടെങ്കിൽ ഗാർലിക് മയണൈസൊക്കെ നല്ല ഫ്ലേവറാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം ആ ചീസിൻ്റെ ഫില്ലിംഗ് ഒക്കെ കൂടി ചുമ്മാ നമ്മളങ്ങ് കഴിച്ചു പോകും. പിന്നെ ഒത്തിരി നമുക്ക് കഴിക്കാനും പറ്റില്ല ചീസ് ഫില്ലിംഗ് വെക്കുവാണെങ്കിൽ, കാരണം നല്ല ഹെവി ആയിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാം. ഞാൻ ജസ്റ്റ് ടൊമാറ്റോ കെച്ചപ്പിനകത്ത് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഗാർലിക് മയോണൈസ് ഉണ്ടെങ്കിൽ നല്ല ഒരു കോമ്പിനേഷനാണ്. ഇനി ഇതിൻ്റെ ഉൾഭാഗം നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഉൾഭാഗത്ത് നമ്മൾ ചീസ് ഫില്ലിങ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ, ലൈറ്റായിട്ടുള്ള ഒരു ചീസ് ഫില്ലിങ്. ഭയങ്കര ടേസ്റ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അത് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.